എന്തെങ്കിലും അത്യാഹിതം സംഭവിക്കുമ്പം ആദ്യം ഇന്ത്യയിലേക്ക് വിളിക്കണം. ഇന്ത്യയാണ് ആദ്യം ഫോൺ എടുക്കുക. ഈ ഉപദേശം മുഹമ്മദ് മുയ്സുദ്ദീൻ അവിടുത്തെ മാലദ്വീപിലെ പ്രതിപക്ഷം കൊടുത്ത ഉപദേശം. പക്ഷേ അദ്ദേഹം അത് കേട്ടില്ല. പക്ഷേ അദ്ദേഹത്തിന് ഇപ്പം മനസ്സിലായി ആദ്യം ഫോൺ എടുക്കുന്നത് 911 വിളിച്ചാൽ ആദ്യം ഫോൺ എടുക്കുന്നത് ഇന്ത്യയാണ്. അത്യാഹിതം സംഭവിച്ചാൽ ഫോൺ എടുക്കുന്നതെന്ന് മനസ്സിലായി. ചൈനയല്ല, ഇന്ത്യയാണ്. പക്ഷെ അദ്ദേഹം സ്ഥാനമേറ്റ സമയങ്ങളിൽ കടുത്ത ഇന്ത്യ വിരോധം പറഞ്ഞാണ് അദ്ദേഹം അവിടെ അധികാരത്തിൽ വന്നത് തന്നെ. ഇന്ത്യക്കെതിരെ നിരന്തരം പറഞ്ഞ് ആളുകളെ കുത്തിത്തിരിപ്പുണ്ടാക്കി അങ്ങനെയാണ് അദ്ദേഹം അധികാരം പിടിച്ചത്. സാധാരണഗതിയിൽ ഈ മാലദ്വീപിൻ്റെ പ്രസിഡന്റ് സ്ഥാനം വെക്കുമ്പോൾ ആദ്യം സന്ദർശിക്കുന്ന ഉഭയകക്ഷി സന്ദർശനത്തിനായി വരുന്നത് ഇന്ത്യയിലേക്കാണ്. അത് അങ്ങനെയാണ് പതിവ്. അതൊരു കീഴ്വഴക്കം പോലെയോ ഒക്കെ ആളുകൾ ആ പ്രസിഡന്റുമാർ അങ്ങനെ തന്നെ പിന്തുടർന്നു. പക്ഷേ മൊയ്സു മാത്രം മാറി ചിന്തിച്ചു. ഇന്ത്യയെ അദ്ദേഹത്തിന് അത്ര ഒരു വില കൽപ്പിക്കേണ്ടെന്ന് തോന്നിക്കാണുമായിരിക്കും. എന്തായാലും അദ്ദേഹം ഇപ്പോൾ ഇന്ത്യയിലേക്ക് വന്നു. ഇന്ത്യയിലേക്ക് വന്നപ്പോൾ അദ്ദേഹം പോലും പ്രതീക്ഷിക്കാത്ത തരത്തിൽ ചില കാര്യങ്ങൾ സംഭവിച്ചിരിക്കുന്നു. മോദി അദ്ദേഹത്തിന് നമുക്കറിയാം ഒത്തേറെ സംഭവങ്ങൾ അതിൻ്റെ ഇടയ്ക്കുണ്ടായി. നമ്മൾ ഇടയ്ക്ക് അതൊക്കെ ചർച്ച ചെയ്താണ്. എല്ലാം നമ്മൾ പറയുന്നില്ല. അവിടെ മന്ത്രിമാർ പ്രധാനമന്ത്രിയെ ആക്ഷേപിക്കുന്നു, രാജ്യത്തെ ആക്ഷേപിക്കുന്നു. ആ മന്ത്രിമാർക്ക് പിന്നീട് രാജിവെക്കേണ്ടി വന്നു. അപ്പോൾ ഈ രാജിവെക്കേണ്ടി വന്നിട്ട് പോലും വീണ്ടും ഇന്ത്യയിലേക്ക് അദ്ദേഹത്തിന് വരേണ്ടി വന്നു. ചൈനയല്ല, ഇന്ത്യയാണ് അവരെ സഹായിക്കുക എന്നുള്ളത് മൊയ്സുദ്ദീന് ഇപ്പോൾ മനസ്സിലായി. അതല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇന്ത്യ ഔട്ട് ക്യാമ്പയിൻ അദ്ദേഹത്തിൻ്റെ പാർട്ടിയും അദ്ദേഹം നേതൃത്വം കൊടുത്ത ക്യാമ്പയിനായിരുന്നു ഇന്ത്യ ഔട്ട് ക്യാമ്പയിൻ. അദ്ദേഹം ടീഷർട്ടൊക്കെ ഇട്ട് ഇന്ത്യ ഔട്ട് എന്നുള്ള ടീഷർട്ടൊക്കെ ഇട്ട് വളരെ വലിയ ക്യാമ്പയിൻ നടത്തി, വലിയ പ്രക്ഷോഭം നടത്തി. അവിടെ ഈ ആൾക്കാർക്കിടയിൽ കുത്തിത്തിരിപ്പുണ്ടാക്കിയെന്ന് ജോൺ പറയുന്ന അതേ വാചകം തന്നെ ഞാൻ പറയാം. കുത്തിത്തിരിപ്പുണ്ടാക്കി അധികാരത്തിൽ വന്നതാണ്. അപ്പോൾ ജോൺ പറഞ്ഞതുപോലെ ആദ്യം വിളിക്കേണ്ടത് ഇന്ന നമ്പറിൽ ഒരു അവസരം ആവശ്യം വന്നാൽ വിളിക്കേണ്ടത് ആ നമ്പറിൽ അല്ലെങ്കിൽ ആ നമ്പറിൽ ഡൽഹിയിലായിരിക്കും എന്ന് പറഞ്ഞത് പ്രതിപക്ഷമാണ്. ആ പ്രതിപക്ഷം അധികാരത്തിലിരിക്കുമ്പോൾ അവർക്ക് അതിൻ്റെ അനുഭവമുണ്ട്. ഇന്ത്യയുടെ കൂട്ടു നിന്നിട്ടുള്ളതിൻ്റെയും ഇന്ത്യ സഹായിച്ചിട്ടുള്ളതിൻ്റെ അനുഭവമുണ്ട്. അതുകൊണ്ടാണ് പ്രതിപക്ഷത്തിരുന്നതും. ഇപ്പോഴും ആ രാജ്യം ഭരിക്കാൻ പോകുന്ന ഒരു ഭരണാധികാരിക്ക് പ്രതിപക്ഷത്തിൻ്റെ ഒരു ഉപദേശം, നല്ല ഉപദേശം, നമ്മുടെ ഈ ഇന്ത്യയിലെ പ്രതിപക്ഷത്തിൻ്റെ കൂട്ടായിരിക്കത്തില്ലേ. മാലിദ്വീപ് ആണെങ്കിലും അവിടുത്തെ പ്രതിപക്ഷത്തിന് രാജ്യത്തിൻ്റെ താല്പര്യം ആര് ഭരിച്ചാലും നന്നാവണമെന്നായിരിക്കുമല്ലോ. അതുകൊണ്ടായിരിക്കുമല്ലോ അങ്ങനത്തെ ഒരു ഉപദേശം കൊടുത്തത്. അപ്പോൾ എന്തുമായാലും അദ്ദേഹം ആദ്യമേ മാലിയിൽ ആര് അധികാരത്തിൽ വന്നാലും ആദ്യമേ ഇന്ത്യൻ ആയിട്ട് ബന്ധപ്പെടുകയും ഇന്ത്യൻ പ്രധാനമന്ത്രിയെ കാണുകയും അല്ലെങ്കിൽ ഇന്ത്യയിൽ സന്ദർശിക്കുകയും ചെയ്യാറുണ്ട്. ഈ പ്രാവശ്യം മാത്രം മുൻസു ആ കീഴ്വഴക്കം ലംഘിച്ച് ചൈനയിലോട്ടാണ് പോയത്. ചൈന കൃത്യമായിട്ട് എല്ലാ രാജ്യങ്ങളോടും ചെയ്യുന്നത് പോലെ അവരോടും ചതി കാണിച്ചു. ഈ ചതി കാണിക്കുന്നതിന് മുമ്പ് ചൈനയുടെ ഒരു വാത്സല്യവും താല്പര്യവും ഒക്കെ കണ്ട് അവിടുത്തെ മന്ത്രിമാരുൾപ്പെടെയുള്ളവർ മോദിയെ കുറ്റം പറയുന്ന, അല്ലെങ്കിൽ മോദി ഫാസിസ്റ്റാണ്, അല്ലെങ്കിൽ ഇന്ത്യ മോശമാണെന്ന് പറയുന്ന ഒരു അവസ്ഥ വരികയും നമ്മുടെ പ്രധാനമന്ത്രി കസേര വലിച്ചിട്ട് ലക്ഷദ്വീപിലിരിക്കുകയും മാലി എന്ന് പറയുന്ന ഒരു രാജ്യം 5 ലക്ഷം പേരേ ഉള്ളൂ. അറിയാമല്ലോ, ചെറിയ ഇപ്പോഴത്തെ പുതിയ ശാസ്ത്ര പഠനം അനുസരിച്ച് ഏത് സമയവും ഒരു പ്രകൃതി ദുരന്തം ഉണ്ടായാൽ താഴ്ന്നു പോകാൻ പറ്റുന്ന ഒരു ദ്വീപ്. മനസ്സിലായില്ലേ? അപ്പം എപ്പോഴും സഹായിച്ചുകൊണ്ടിരുന്നു, സൈനികമായിട്ട് സഹായിച്ചുകൊണ്ടിരുന്നു. അപ്പം വേറൊരു ക്യാമ്പയിൻ അദ്ദേഹം നടത്തിയിരുന്നു. അവിടുത്തെ സൈനികരെ ഒഴിവാക്കും, ഇന്ത്യയും സൈനികരെ അവിടുന്ന് ഒഴിവാക്കും ഞാൻ അധികാരത്തിൽ വന്നാൽ. ആ ഒരു ക്യാമ്പയിനും കൂടെ പുള്ളി നടത്തിയിരുന്നു. അതിൻ്റെ ഫലമായിട്ട് അവിടുത്തെ സൈനികരെ ഒഴിവാക്കണമെന്ന് പറഞ്ഞു. ഏറ്റവും അവസാനം അവിടെ നമ്മുടെ ഈ വ്യോമസേനയുടെ വിമാനങ്ങളുണ്ടായിരുന്നു, പൈലറ്റ് ഉണ്ടായിരുന്നു. ആ വിമാനം വിട്ടിട്ട് നമ്മളിഞ്ഞ് പോകും, പൈലറ്റിനെ ഒഴിവാക്കി. അപ്പം സൈനികരെ അതിനുശേഷം ഈ വിഷയങ്ങൾ വരികയും ചൈനയുടെ ഭാഗത്തുനിന്ന് പ്രശ്നങ്ങൾ ഉണ്ടാവുകയും നമ്മൾ ഈ വിഷയത്തോടുകൂടി മാലിദ്വീപിനെതിരാവുകയും ചെയ്തപ്പോൾ മാലിദ്വീപ് ബുദ്ധിമുട്ടുണ്ടാവാൻ തുടങ്ങി. പിന്നെ ഉഭയകക്ഷി ചർച്ചകൾ നടന്നു. ഉഭയകക്ഷി ചർച്ചകൾ നടന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടുന്ന് ഇദ്ദേഹം അധികാരത്തിൽ വന്ന ഒരു വാക്ക് കൊടുത്തത് പട്ടാളക്കാരെ ഒഴിവാക്കണമെന്ന്. ഇന്ത്യയിൽ നിന്ന് അവിടുന്ന് പട്ടാളക്കാരെ ഒഴിവാക്കി തരണം, അല്ലെങ്കിൽ ആ ഒരു രീതി ജനങ്ങളുടെ മുമ്പിൽ കാണിച്ചു തരണമെന്ന് ഇദ്ദേഹം ഇന്ത്യയുടെ കാല് പിടിക്കുന്ന ഒരവസ്ഥയുണ്ട്. അപ്പോൾ ഒഴിവാക്കിയിട്ടൊന്നുമില്ല, പട്ടാളക്കാർ യൂണിഫോം ഇല്ലാതെ ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട്. മനസ്സിലാവുന്നുണ്ട്? നമുക്ക് വേണ്ടിയല്ല, അവർക്ക് വേണ്ടിയാണ്. പിന്നെ നമ്മുടെ പട്ടാളക്കാർ അവിടെ വേണം, വേറെ ചില ആവശ്യമുണ്ട്. ശ്രീലങ്ക പോലെയും ഒക്കെയുള്ളൊരു സ്ഥലമാണല്ലോ, നമുക്ക് പ്രധാനപ്പെട്ടൊരു സ്ഥലമാണ്. ഒരുപക്ഷെ ചൈനയുടെ സ്വഭാവമായിരുന്നു നമുക്കുണ്ടായിരുന്നെങ്കിൽ മാലദ്വീപ് ശ്രീലങ്കയൊക്കെ നമുക്ക് കൂടെ ആയിരുന്നേനെ. കാരണം ചൈനയുടെ സ്വഭാവം അങ്ങനെ ആയിരുന്നല്ലോ. സ്വാതന്ത്ര്യത്തിന് ശേഷം വട്ടമുള്ള രാജ്യങ്ങളെ എല്ലാവരുടെ ഭാഗമാക്കുമായിരുന്നു. പിടിച്ചെടുക്കുന്നു. ഗതിയില്ലാതെ വരുമ്പോഴത്തേക്ക് ഇതെല്ലാം കൂടെ ഞങ്ങൾക്ക് തരാം. 2 രീതിയുണ്ട്. ഒന്ന് പിടിച്ചെടുത്തു, 2 ഈ ജോൺ പറഞ്ഞ രീതി. രണ്ടാമത്തെ രീതി അവലംബിച്ച 2 രാജ്യങ്ങൾ, 2
നമ്മുടെ അയൽ രാജ്യങ്ങളാണ്, ഒന്ന് ശ്രീലങ്ക, ഒന്ന് ഈ മൊയ്സു. അപ്പം ഇദ്ദേഹം രണ്ടാമത്തെ തവണയാണ് ഇപ്പോൾ അധികാരത്തിൽ വന്നതിന് ശേഷം ഇന്ത്യ വരുന്നത്. ഒന്ന് ഈ നമ്മുടെ മൂന്നാമത് മോദിയുടെ സത്യപ്രതിജ്ഞയ്ക്ക് വന്നു. ഇപ്പോൾ രണ്ടാമത് ഇപ്പം ഇദ്ദേഹം ഇവിടെ ഇന്ത്യ സന്ദർശനത്തിന് വന്നിരിക്കും. ഇന്ത്യ സന്ദർശനത്തിന് വന്നപ്പോൾ അദ്ദേഹം പ്രധാനപ്പെട്ട ആയിട്ട് 3 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, ഇന്ത്യക്ക് എതിരായ പ്രവർത്തനങ്ങൾ രാജ്യത്ത് അനുവദിക്കത്തില്ല, അദ്ദേഹത്തിൻ്റെ രാജ്യത്ത്. 2, ഇന്ത്യ മാലദ്വീപിൻ്റെ പ്രധാന പങ്കാളിയാണ്, സൗഹൃദം തുടരും. 3, നരേന്ദ്രമോദിയെ അധിക്ഷേപിക്കുന്ന പ്രവർത്തനങ്ങൾ രാജ്യത്ത് അനുവദിക്കില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ നരേന്ദ്രമോദി ആക്ഷേപിച്ച 2 മന്ത്രിമാരെ അന്ന് സസ്പെൻഡ് ചെയ്ത് ഇപ്പോൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കി, മനസ്സിലാക്കി. അപ്പം അത് അദ്ദേഹത്തിൻ്റെ രാജ്യത്തിൻ്റെ എല്ലാ രീതിയിലുള്ള സുരക്ഷയ്ക്കും, അല്ലെങ്കിൽ ഇനിയൊരു വേറൊരു രാജ്യമായിട്ട്, അതായത് പ്രധാനമായിട്ടും ചൈനയെ ഉദ്ദേശിക്കുന്നത്, ഇന്ത്യയുടെ സുരക്ഷയെ ബാധിക്കുന്ന ഒരു കാര്യത്തിനും ഞങ്ങൾ വേറെ രാജ്യമായിട്ട് കൂട്ടുകൂടത്തുമില്ല, ചർച്ച ചെയ്യത്തുമില്ല എന്ന് പറഞ്ഞ് വന്ന് കണ്ട് എല്ലാ രീതിയിലുള്ള ഇന്നലെ ധാരാളം കരാറുകൾ നമ്മൾ ഒപ്പിട്ടിട്ടു. അതായത് 3,359 കോടി രൂപയുടെ ധനസഹായമാണ്. അല്ല, 3,500 മൊത്തത്തിൽ 6,700 കോടി രൂപ പുള്ളിയൊക്കെ കടം കൊടുത്തിട്ടുണ്ട്. പിന്നെ റഡാറുകൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നിരീക്ഷണത്തിനുള്ള ഈ സമുദ്ര നിരീക്ഷണത്തിനുള്ള സംവിധാനങ്ങൾ, പിന്നെ പല അതായത് നമ്മൾക്ക് അവരെയും കൊണ്ട് കാര്യമൊന്നുമില്ല. ഒരു ചെറിയ രാജ്യമാണ്, മനസ്സിലാവുന്നില്ല. ഇന്ത്യ ഉപേക്ഷിച്ചിട്ട് നമ്മുടെ ഒരു എത്ര വലിപ്പമുണ്ട്, കേരളത്തിൻ്റെ അത്രയും വലിപ്പം പോലും കാണത്തില്ല. അപ്പം ആ രീതിയിലേക്ക് മാലദ്വീപിലെ ഭരണാധികാരികൾ അല്ലെങ്കിൽ ഭരണാധികാരി മാറിയിട്ടുണ്ട്. അപ്പം നമ്മളീ പറയുന്നത് പോലെ ഈ മാലദ്വീപിനെയും ശ്രീലങ്കയും ഒക്കെ ഒരു ഘട്ടത്തിൽ ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളെല്ലാം ഇന്ത്യക്ക് എതിരാക്കുന്നതിന് വേണ്ടി സാമ്പത്തികമായിട്ടും മറ്റ് സംവിധാനങ്ങളും ഒക്കെ കൊടുത്ത് ചൈനയാണ് ഇതിൻ്റെ എല്ലാം പുറകിൽ. ഇപ്പം അവിടുത്തെ ഒരു വിമാനത്താവളത്തിൻ്റെ റൺവേ ഉദ്ഘാടനം ഇപ്പോൾ നടക്കുകയാണ്. വിമാനത്താവളത്തിൻ്റെ വികസനം നമ്മൾ ഏറ്റെടുത്തിട്ടുണ്ട്. വേറെ പല ദ്വീപുകളുടെയും പല രീതിയിലുള്ള പ്രൊമോഷൻസ് നേരത്തെ ജയശങ്കർ പോയിട്ട് നമ്മൾ ഏറ്റെടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ രീതിയിലും ശരിക്കും പറഞ്ഞാൽ ഒരു 6,700 കോടി രൂപ മാത്രമേ ആ രാജ്യത്ത്, 6,700 കോടി രൂപ എന്ന് പറഞ്ഞാൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒന്നും അല്ലല്ലോ. ആ രാജ്യത്തിൻ്റെ ആവശ്യം 5 ലക്ഷം പേരല്ലേ ഉള്ളൂ. അതിന് നമ്മൾ അവരെയും വിലക്കെടുത്തു. അല്ലെങ്കിൽ അങ്ങനെ വിലക്കെടുക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഭാഗമായിട്ട് നിൽക്കുന്നത് കൊണ്ടോ മാലിദ്വീപിന് കുഴപ്പമില്ല എന്ന് ഇപ്പോഴത്തെ മൊയ്സു എന്ന് പറയുന്ന ഭരണാധികാരിക്ക് മനസ്സിലായി. ഇദ്ദേഹം ഈ മൊയ്സു എന്ന ഭരണാധികാരി മനസ്സുകൊണ്ട് ഇഷ്ടപ്പെടാതെയാണോ ഇപ്പോൾ ഇന്ത്യയുടെ കൂടെ നിൽക്കുന്നതെന്നുള്ള കാര്യം നമുക്ക് പ്രശ്നമല്ല. പക്ഷേ ഇന്ത്യയുടെ കൂടെ നിന്നേ ആ രാജ്യത്തിന് മുന്നോട്ട് പോകാൻ പറ്റൂ എന്ന യാഥാർത്ഥ്യം ആ രാജ്യത്തിന് മനസ്സിലാവുന്നുണ്ടോ? ഇന്ത്യയുടെ കൂടെ നിന്നില്ലെങ്കിൽ ആ രാജ്യത്തിന് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ഇപ്പം ഇടയ്ക്ക് വെച്ച് ഈ ഞാൻ മുമ്പേ പറഞ്ഞില്ല, ഈ നമ്മുടെ ചില സയൻസ് പരമായുള്ള പരീക്ഷണങ്ങൾക്ക് ഇടയ്ക്ക് ഇവരുടെ റിപ്പോർട്ട് വന്നത് അധികം കാലമൊന്നുമില്ല താന്നു പോകുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ വന്നാൽ പോലും അവിടുന്ന് ഇവരെ രക്ഷിക്കാൻ ശ്രീലങ്ക ഇവരെ ഏറ്റെടുക്കത്തില്ല. 5 ലക്ഷം പേരെ ഉള്ളെങ്കിലും ശ്രീലങ്ക ഏറ്റെടുക്കത്തില്ല. ചൈനയും പറയാതെ സമയമാകുമ്പോൾ കാല് വരും. അപ്പോൾ അവരെ ഏറ്റെടുക്കണമെങ്കിൽ പോലും ഇന്ത്യയാണ്. അതിനുവേണ്ടി ഇടയ്ക്ക് വെച്ച് ആസ്ട്രേലിയയിൽ ഇവർ സ്ഥലം മേടിച്ച് അങ്ങോട്ട് മാറാൻ പോകുന്നു എന്നൊക്കെ വരെ, ആസ്ട്രേലിയയിലോട്ട് ബേസ് ചെയ്ത് പോകാൻ പോകുന്നൊക്കെ ഒരു വാർത്തയൊക്കെ ഉണ്ടായിരുന്നല്ലോ നേരത്തെ. അപ്പം അങ്ങനെ സഹായിക്കണമെങ്കിൽ പോലും ഇന്ത്യയുടെ പട്ടാളത്തിന്, ഇന്ത്യയുടെ സൈന്യ ശക്തിക്ക് സാധിക്കത്തുള്ളൂ. കാരണം ഇത്രയും പേരെ ലിഫ്റ്റ് ചെയ്തിട്ട് അത്രയും പേരെ ഉൾക്കൊള്ളാൻ എന്നൊരു സംവിധാനമൊക്കെ ഉണ്ടാവണം. അപ്പോൾ ഏത് രീതിയിലായാലും നാളെ കാലത്തെ മാലദ്വീപ് എന്ന് പറയുന്ന ഇതിന് ഇന്ത്യയുടെ സഹായം ഒക്കത്തുള്ളൂ എന്ന് മനസ്സിലാക്കി ഇദ്ദേഹം നമ്മളുടെ കൂടെ നിൽക്കുന്ന ഒരവസ്ഥയാണ്. അതായത് സാഷ്ടാംഗം വീണ് ഇന്ത്യയുടെ കൂടെ നിൽക്കുന്ന ഒരവസ്ഥ. ഒരു തെറ്റിദ്ധാരണയുടെ പുറത്ത് അല്ലെങ്കിൽ ഒരു കുഴപ്പമുണ്ടാകും. ഈ മതരാഷ്ട്ര ചിന്ത ഉണ്ടായി പോകുമ്പോഴുണ്ടാകുന്ന ഒരു കുഴപ്പമാണ്. വേറെ ഒരു കുഴപ്പവും നമ്മളുമായിട്ടില്ല. അല്ലെങ്കിൽ ഇന്ത്യ ഒരു കാലത്തും മാലദ്വീപിനെ ഉപദ്രവിച്ചിട്ടില്ല. ഇന്ത്യ അത് ഉണ്ടായ കാലം തൊട്ട് നമ്മളുടെ കൂടെ ഒരു കോഴി കുഞ്ഞിനെ ചിറകിനടിക്ക് വെച്ച് കൊണ്ടുപോകുന്ന പോലെ സഹായങ്ങൾ ചെയ്ത്, ചികിത്സയ്ക്ക് ഇവിടെ വരുന്നു, വിനോദത്തിന് ഇവിടെ വരുന്നു. പിന്നെ നമ്മൾ അവരുടെ ടൂറിസം പ്രൊമോഷന് വേണ്ടി നമ്മൾ കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുള്ളൂ. ഇന്ത്യ എന്നുള്ള ആൾക്കാരാണ് വളരെ കൂടുതലായിട്ട് അവിടെ ചെന്നുകൊണ്ടിരുന്നത്. അപ്പോൾ എല്ലാ രീതിയിലും പ്രൊമോഷൻ കൊടുത്തുകൊണ്ടിരുന്നപ്പോൾ ഇത് ഇന്ത്യ മഹാരാജ്യം ഒരു നരേന്ദ്രമോദി ഭരിക്കുന്നു അല്ലെങ്കിൽ ഹിന്ദുത്വ അജണ്ട ഉണ്ടായതിൻ്റെ ഭാഗമായിട്ട് മാത്രം ഈ മുൻസു തീവ്ര നിലപാടുള്ള ഒരാളാണ്. അതിൻ്റെ പേരിൽ മാത്രമാണ് മാലദ്വീപ് എന്ന് പറയുന്ന രാജ്യം ശരിക്കും പറഞ്ഞാൽ മാറിയത്. ഇപ്പോൾ അദ്ദേഹത്തിന് ഇത് മനസ്സിലായി. അദ്ദേഹത്തിൻ്റെ കൂടെ ഇന്ത്യക്കപ്പുറം അതിനപ്പുറം സുഹൃത്തായിട്ട് ചിലരെ കരുതി കൂടെ പോയവർ എന്ത് ചെയ്യുമായിരുന്നു മനസ്സിലായി. രാജ്യത്തിന് അവരെ കൊണ്ട് നാളെ കാലത്ത് എന്ത് സംഭവിക്കുമെന്ന് മനസ്സിലായി. അതുകൊണ്ട് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ കൂടെ കൂടി നിന്ന് മുന്നോട്ട് പോകുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ നരേന്ദ്രമോദിയുടെ കൈപിടിച്ച് മുന്നോട്ട് പോകുന്നതിന് വേണ്ടി തയ്യാറായി തന്നെയാണ് മുൻസു നിൽക്കുന്നത്. അത് ഒരു പരിധിവരെ നമ്മളുടെ കൂടെ മാലദ്വീപ് നിൽക്കേണ്ടതായിട്ടുണ്ട്. ചെറിയൊരു
ദ്വീപ് എന്ന് പറഞ്ഞ് നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല, പറഞ്ഞ മനസ്സിലായിരുന്നു. അവിടെയും നമ്മുടെ ഒരു ബേസായിട്ട് ആരെങ്കിലും വന്നാൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവും. നമ്മളതുകൊണ്ട് അർത്ഥവും അർത്ഥവും കൊടുത്ത് മാലദ്വീപിനെ സഹായിക്കുക. ഓക്കെ.